പിന്നെ വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള, അതായത് ഇറാനിലെ ഭരണകൂടത്തെ മുഴുവൻ ഇല്ലാതാക്കണമെന്നുള്ള കാഴ്ചപ്പാടോടുകൂടി നേരത്തെ കൂട്ടി നടത്തിയ ആക്രമണമാണ് എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തേത്, ഈ സംഘർഷങ്ങൾ ഡിസംബർ മാസം അവിടെ തുടങ്ങിയ സംഘർഷങ്ങളെ തുടർന്ന് തന്നെ USSൻ്റെ ഏറ്റവും വലിയൊരു വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS എബ്രഹാം ലിങ്കണെ അവർ പേർഷ്യൻ ഗൾഫിലേക്ക് അയച്ചു, പശ്ചിമേഷ്യയിലേക്ക് അയച്ചു. അതിനുശേഷം നമുക്കറിയാം ജനുവരി മാസം നിക്കോളാസ് മദുരോയെ പിടിച്ചുകൊണ്ട് പോകുന്നതിന് നേതൃത്വം നൽകിയ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS ജെറാൾഡ് ഫോർഡിനെ കരീബിയയിൽ നിന്നും പശ്ചിമേഷ്യയിലേക്ക് അയച്ചു. ആ കരീബിയയിൽ നിന്നും പശ്ചിമേഷ്യയിലേക്ക് വരാനായിട്ട് USS ജെറാൾഡ് ഫോർഡിന് 2 ആഴ്ചയെങ്കിലും എടുക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ ചർച്ചയുടെ ഈ പറഞ്ഞ നാടകം നടത്തി കൊണ്ടുപോയത്. അതല്ലാതെ ഈ ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടെ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS ജെറാൾഡ് ഫോർഡ് പശ്ചിമേഷ്യയിലെത്തി ഉടൻ തന്നെ ആക്രമണം തുടങ്ങി. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് അതിൻ്റെ ഒരു കാര്യം. ഒന്ന് രണ്ടാമത്തെ എന്താണ്, ആക്രമണം നടത്തിയത് എവിടെയാ? ആക്രമണം നടത്തിയത് ഇറാന്റെ പരമോന്നത മേധാവിയായിട്ടുള്ള ഖമനയി ജീവിക്കുന്ന സ്ഥലം, പ്രസിഡന്റ് ജീവിക്കുന്ന സ്ഥലം, ഇറാന്റെ സൈനിക IRGCയുടെ കമാൻഡ് കൺട്രോൾ പ്രദേശങ്ങൾ, ഈ മേഖലയിൽ വളരെ ബ്രൂട്ടലായിട്ടുള്ള ആക്രമണം നടത്തിയത്. അത് ഒരു രാജ്യമാണോ നടത്തിയത്? അമേരിക്കയും ഇസ്രായേലും ചേർന്നാണ് ആക്രമണം നടത്തിയത്. എപ്പിക് ഫ്യൂറി എന്ന് പറഞ്ഞ പേരിട്ടുകൊണ്ട് 2 കൂട്ടരും പ്ലാൻ ചെയ്ത് നടത്തി. അപ്പോൾ ഈ ചർച്ച എന്ന് പറയുന്നത് ഇതുവരെ നടന്ന പ്രഹസനമാണ് എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഭരണകൂടത്തിനെതിരായിട്ട് റെഡിയായിട്ട് നിൽക്കുക, ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട് എന്ന് പറഞ്ഞുള്ള എല്ലാ കരുക്കളും നീക്കിയതിനു ശേഷം കൃത്യമായി ഈ ഭരണകൂടത്തെയും കാരണം ഈ കഴിഞ്ഞ വർഷം നടന്ന ഈ 12 ദിന യുദ്ധത്തിന് ശേഷം ഇറാനും വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. റഷ്യയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ സഹായം ലഭിച്ചു. ഇപ്പം 2000 കിലോമീറ്ററിലധികം സഞ്ചരിക്കുന്ന മിസൈലുകൾ, ഡ്രോണുകൾ, അതിലെല്ലാം കുറ്റമറ്റതാക്കി ഇറാനും വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. ഇങ്ങനെ ഒരു അറ്റാക്കും ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കണക്കുകൂട്ടലുണ്ടായിരുന്നു. അല്ല, തീർച്ചയായിട്ടും കാരണം വെച്ചാൽ നമ്മളെ കൊല്ലാനായിട്ട് 2-3 രാജ്യങ്ങൾ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനൊരു പ്രിപ്പറേഷൻ നടത്തേണ്ടതുണ്ടല്ലോ. കാരണം ജൂൺ മാസം നടത്തിയ ആക്രമണം, അതായത് ചർച്ചകൾ നടക്കുന്നു, നിങ്ങൾക്ക് 12 ദിവസം ഞങ്ങൾ തരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കവേ ഒരു അർദ്ധരാത്രിയിൽ വന്ന് ഇറാനെതിരെ ആക്രമണം നടത്തുക. ആ ആക്രമണം അവർക്ക് ഒരുപാട് പാഠങ്ങൾ നൽകി. ഇപ്പൊ തന്നെ നോക്കൂ, അവർ പറഞ്ഞു ഞങ്ങളെ അമേരിക്ക ആക്രമിച്ചാൽ, അവരുടെ മുമ്പിൽ വേറെ മാർഗങ്ങളില്ല, ഞങ്ങളെ അമേരിക്ക ആക്രമിച്ചാൽ അമേരിക്കയുടെ സേനാത്താവളം, പശ്ചിമേഷ്യയിലെ 19ഓളം വരുന്ന സേനാ താവളങ്ങളുണ്ട്, ഈ സേനാ താവളങ്ങളെ ഞങ്ങൾ ആക്രമിക്കും. അവർ നേരത്തെ കൂട്ടി പ്രഖ്യാപിച്ചതാണത്. അത് കാരണം അമേരിക്കയുടെ ആസറ്റ്സ് ആണത്. മറ്റേത് ബഹ്റിൻ്റെയോ ഖത്തറിൻ്റെയോ കുവൈറ്റിൻ്റെയോ ബഹ്റിൻ്റെയോ പ്രദേശങ്ങളല്ല. ടെക്നിക്കലി പറഞ്ഞാൽ അത് അമേരിക്കയുടെ ആസറ്റ്സ് ആണ്. അമേരിക്ക ആക്രമിക്കുന്ന പോലെയാണ്. അതവർ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് അവർ അതിനെ ആക്രമിച്ചത്. എന്തുകൊണ്ടാണ് ആക്രമിച്ചത്? അവർക്ക് തിരിച്ചടി കൊടുക്കാതിരിക്കാൻ ആ ഭരണകൂടത്തിന് പറ്റില്ല. കാരണം എന്താണ്, ആ ഭരണകൂടത്തെ ഇല്ലാതാക്കാൻ. ഇപ്പൊ പ്രതിരോധ മന്ത്രി കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത്, അതായത് ഖമനിയെ കൊല്ലുക, പ്രസിഡന്റിനെ കൊല്ലുക, ഈ സേനാ പ്രതിരോധ മേധാവികളെ മുഴുവൻ കൊല്ലുക, ഇന്ന കമ്മ്യൂണിക്കേഷൻ സംവിധാനം മുഴുവൻ തകർക്കുക, പോലീസ് സംവിധാനം മുഴുവൻ തകർക്കുക, അങ്ങനെ ഭരണകൂടത്തിന്റെ എല്ലാ സംവിധാനങ്ങളെയും തകർത്ത് ഈ ജനങ്ങൾക്ക് ഈ ഭരണകൂടം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കുക എന്ന് പറയുന്ന അജണ്ടയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. സാധാരണഗതിയിൽ അമേരിക്ക പ്രസിഡന്റ് പറയുന്നത്, ഇതിന് മുമ്പുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റും ഈ അമേരിക്കക്കാർക്ക് വേണ്ടി ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന പ്രസിഡന്റ് ഇന്ന് പറഞ്ഞ എന്താണ്, ഇതിനു മുമ്പ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇറാൻകാർക്ക് വേണ്ടി ഇതൊന്നും ചെയ്തിട്ടില്ല, ഞാനിതാ നിങ്ങൾക്ക് ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഇങ്ങനെ തരാൻ പോവാണ്. അതുകൊണ്ട് എല്ലാ ഭരണകൂട സംവിധാനങ്ങളെയും തച്ച് തകർത്തുകൊണ്ട് ഇറാനിലെ ജനത നിങ്ങൾ ഭരണകൂടത്തിനെതിരായിട്ട് ഉയർന്നു വരൂ, അത് അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ആക്രമണം നടത്തിയത്. ആ ആക്രമണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കൃത്യമായ വിവരമൊന്നുമില്ലെങ്കിലും ഖമനിക്ക് എന്ത് സംഭവിച്ചെന്നോ പെസഷ്കിയാൻ എന്ത് സംഭവിച്ചെന്നോ ഒന്നും നമുക്ക് വിവരമില്ലെങ്കിലും കുറെ ഡാമേജ് എന്തായാലും സംഭവിച്ചിട്ടുണ്ടാകും എന്നുള്ള അതുകൊണ്ട് കൂടിയിട്ടാവണം, അങ്ങനെ ഒരു ഡാമേജിന്റെ തീവ്രത വലുതായത് കൊണ്ടാവണം തീർച്ചയായിട്ടും ഉടൻ തന്നെ ആക്രമണം ഈ അമേരിക്കക്കെതിരായിട്ട് നടത്താനായിട്ട് ഇറാൻ തയ്യാറായത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ കാണേണ്ട കാര്യം, ഈ ആക്രമണത്തെ നേരിടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവർ നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സമാധാനത്തിന്റെ പാതയിലൂടെ പോകാൻ പരമാവധി വിട്ടുവീഴ്ച ഇറാൻ നടത്തിയിരുന്നു. ആ വിട്ടുവീഴ്ച